ധ്രുവുണ്ണി ഉറങ്ങാറായോ? അച്ഛൻ്റെ കഥ പറഞ്ഞു തരട്ടെ. ഒരു കുതിരയുടെ കഥ പറഞ്ഞാലോ? കുതിര നല്ല വെള്ളയും കറുപ്പും നിറമുള്ള നല്ല വാല്, നല്ല രോമമുള്ള വാലുള്ള നന്നായി ഓടുന്ന കുതിരയാണ്. കുതിരയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മൻ കുതിര എന്നാണ്. ഈ കുതിരയ്ക്ക് ഓട്ടം, കുതിര ഓടിക്കഴിഞ്ഞാൽ കുതിരനെ ആർക്കും പിടിക്കാൻ കഴിയില്ല. അങ്ങനെ കുതിരേനെയും കൂട്ടിയിട്ട് കുതിരയുടെ യജമാനൻ ബുമ്മറാളു ഒരു യാത്ര പോയി. ബുമ്മറാള് യാത്ര പോയി കാടും മേടും മലകളും ഒക്കെ താണ്ടി പോവുകയാണ്. അപ്പൊ ജിമ്മൻ കുതിരയ്ക്ക് ഒരു തോന്നൽ, ഹേ, ബുമ്മറാള് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഞാൻ കാരണമല്ലേ? അതായത് ഇവിടെ ഏത് വഴി പോകണം, എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. അപ്പോ ബുമ്മറാളു എന്നെയല്ലേ ബഹുമാനിക്കേണ്ടത്? അങ്ങനെ ഒരു തോന്നൽ ജിമ്മൻ കുതിരയ്ക്ക് വന്നു. ജിമ്മൻ കുതിര പിന്നെ മെല്ലെ മെല്ലെ നടക്കാതായി. ബൊമ്മരാളു ആണെങ്കിലോ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞ് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും അതേപോലെ മുതിരയും കടലയും പച്ചക്കറികളും എല്ലാം കുതിരയ്ക്കായിട്ട് എടുത്തു വെക്കുകയായിരുന്നു. പക്ഷേ പോകെ പോകെ ബൊമ്മരാളുവിനോട് ഇങ്ങനത്തെ ഒരു തോന്നല് ജിമ്മൻ കുതിരയ്ക്ക് വന്നു, ഞാനല്ലേ കേമൻ, അതുകൊണ്ട് ബൊമ്മരാൾ എന്നെയല്ലേ ബഹുമാനിക്കേണ്ടത്. അപ്പോ ബൊമ്മരാളും എടുക്കനാണ്. ബൊമ്മരാളുവിന് കാര്യമെല്ലാം മനസ്സിലായി തുടങ്ങി. ഖത്രയുടെ പ്രതിഷേധം ബൊമ്മറാളിനും എല്ലാം മനസ്സിലായി തുടങ്ങി. ബൊമ്മറാളു എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം രാത്രി കാട്ടിലെ ഒരു ടെന്റ് കെട്ടിയിട്ട് ബൊമ്മറാളു കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുതിരേനെ നീക്കി കെട്ടിയ കുതിരയെ അവിടുന്ന് പുല്ലൊക്കെ തിന്ന് ഒന്ന് കിടക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അപ്പുറത്തൊരു കരടിയുടെ മുരൾച്ച കേട്ടു. ജിമ്മൻ കുതിര പേടിച്ചു കേട്ടോ. പക്ഷെ കരടി ജിമ്മൻ കുതിരേനെ ഉപദ്രവിച്ചതൊന്നുമില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ അവിടെ ഒരു സിംഹത്തിന്റെ മുരൾച്ച, ആനയുടെ ചിഹ്നം വിളികൾ. ഈ കാട്ടിൽ ഇങ്ങനത്തെ കൊച്ചകൾ കേട്ട് കഴിഞ്ഞപ്പോ കുതിരയ്ക്ക് ആകെ പേടിയായി. കുതിര ഒച്ചയുണ്ടാക്കിയിട്ട് ബൊമ്മറാളുവിന്റെ ടെന്റിന്റെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ബൊമ്മറാളുവിനോട്, എനിക്കിപ്പോൾ മനസ്സിലായി എവിടെയാണ് എൻ്റെ തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മനസ്സിലായി, ക്ഷമിക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പം എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്, എത്രമാത്രം സ്വാതന്ത്ര്യം എടുക്കാം. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി ഭംഗിയായിട്ട് ചെയ്യുക. അതിൽ അഹങ്കാരമോ അത്യാഗ്രഹമോ പിടിച്ചിട്ട് കാര്യമില്ല, അല്ലേ? അത് തന്നെ. അപ്പം എൻ്റെ കുട്ടികളെ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.